അമ്മ ഇപ്പൊ ഈ വളപ്പിലെ പുല്ല് വേണം തിന്നു തീർക്കുക. നാളെ രാവിലെ രവണിയച്ചനോട് പശുവിന് പുല്ലരിയാൻ വരണ്ടെന്ന് പറയാല്ലേ. എന്നിടാ വളപ്പിലെ പുല്ലെല്ലാം തിന്ന് ഞാൻ പശുവാന്ന്? അതുകൊണ്ടല്ല അമ്മ ഈ പുല്ലെല്ലാം തിന്നു ഇങ്ങനെ. എന്റെ മോനെ, ഞാൻ വളപ്പിലെ പുല്ല് നോക്കുകയല്ല ചെയ്യുന്നത്. ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോന്ന് ആലോചിക്കുമ്പോൾ ഈ പുല്ലിയുടെ കണ്ടു എടുത്ത് വായന വെച്ച് ആലോചിക്കുന്നു ഇങ്ങനെ. അമ്മ ഈ പുല്ല് വന്നിട്ട് ഇല്ല അന്ന് ആലോചിക്കാനില്ല. കേട്ടി പറ, ഞാൻ കേൾക്കാം. എങ്ങനെ കൈ കിട്ടിയിരുന്നു കേൾക്കാം. അതാ അത് ആലോചിക്കാൻ എന്നാന്ന് ഉച്ചക്കുന്ന ചോറിന് കറി വെക്കേണ്ടത് ഞാൻ ആലോചിക്കുന്നു. ഇനി എന്നാ ചോറിന് കറി വെക്കണ്ട്? അമ്മ എല്ലാം തിന്ന് തീർത്തില്ല പുല്ലല്ലോ. ഞാൻ വരെ വിശപ്പൊന്നും ഉണ്ടാവില്ലല്ലോ. വളപ്പിലെ പുല്ല് എന്നാ പിന്നെ ഞാൻ ഒന്നും വെക്കുന്നില്ല. ഞാൻ നിങ്ങൾ രാവിലത്തെ ചായക്കടി തോന്നും കേട്ടാ. നിങ്ങൾ കേട്ടുവാ, ഇങ്ങനത്തെ പിള്ളേർ നിങ്ങൾക്ക് ഉണ്ടാ? വളപ്പിലെ പുല്ലെല്ലാം തിന്ന് തീർക്കുമെന്ന് പറയുന്ന ചോദ്യമാണ്. നമുക്കിപ്പോൾ എത്ര വേവില്ലാതെയും വിഷമങ്ങൾ ഉണ്ടാവും അല്ലേ? നമുക്കിപ്പോൾ ഉച്ചക്കത്തെ കറി വെക്കണം, രാവിലത്തെ ചായൻ്റെ കടി വെക്കണം എന്നില്ലേ വീട്ടിലെ വീട്ടമ്മമാരുടെ വിഷമം. അത് ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മൾ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു. അപ്പോൾ എന്നാ കയ്യിലില്ല വെച്ച് അതെടുത്തിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ട് ആലോചിച്ചു. ഈ ആലോചനയ്ക്ക് ശേഷം നമുക്ക് എന്തെങ്കിലും ഉത്തരം കിട്ടുമല്ലോ. അതിന് ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പിള്ളേർ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ.